പൂർണ്ണമായി വെള്ളം കുടിക്കാൻ യോഗ്യമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ആ വെള്ളത്തിന്റെ വിതരണം നടത്താവൂ എന്ന് നമുക്ക് ചാർട്ടിങ്ങാണ്. ബന്ധപ്പെട്ട വകുപ്പുകൾ ആ കാര്യം ഗൗരവകരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് ആ വെള്ളത്തിന്റെ കാര്യത്തിനകത്ത് ഒരു ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നതിന്റെ വെള്ളം കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടായി എന്നുള്ള പ്രതിസന്ധിയിലേക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത നമുക്ക് നേരത്തെ കാര്യം പറഞ്ഞതുപോലെ 1-2 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ അവസാനിപ്പിക്കാൻ നമ്മൾ കഴിയുകയില്ല. സാധ്യമാവുന്നിടത്തോളം നമ്മളെല്ലാവരും ഇപ്പോൾ നിലനിൽക്കുന്നത് പോലെ തന്നെ ഈ സംവിധാനത്തെ ഫലപ്രദമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി നമുക്ക് മണ്ണിനടിയിൽ ആളുണ്ട് അല്ലെങ്കിൽ ബോഡികളുണ്ട് എന്ന് ഉള്ള സംശയം ഏത് സാഹചര്യത്തിലും അത് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് അതിന്റെ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഞാനിനി വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. 2 ജില്ലകളുടെ ഏകോപനം വേണം എന്ന കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇന്ന് ഉയർന്ന കാര്യങ്ങളെ കുറിച്ച് കൂടി ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് അറിയിക്കാം. അതിന്റെ ഒരു ഏകോപനമുണ്ട്. പറഞ്ഞ് നമുക്ക് ഇതിലാം ബോക്സിന്റെ ഒരു കാര്യം പറഞ്ഞു. ഈ കടായി ബോക്സിനെ കുറിച്ചാണ് സാറ് പറയുന്നത്. നമ്മൾ കേരളത്തിനും കേരളത്തിന് പുറത്തു നിന്നും ഉള്ള അത്തരം ബോക്സിന്റെ സഹായം നമ്മൾ ലഭ്യമാക്കാൻ വേണ്ടി വയനാട്ടിൽ ഇന്നലെ ഞങ്ങൾ അടിയന്തരമായി ആലോചിക്കുകയും ചിലയിടത്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.